ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അടിപൊളി നാരങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ. അതിനായി ഞാൻ 1 കിലോ നാരങ്ങ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ച് നാരങ്ങയെല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നാരങ്ങയെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ചിന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ നാരങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ നാരങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നാരങ്ങയെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു 3 കുടം വെളുത്തുള്ളി എടുക്കാം. ഒരു 5 പച്ചമുളക്, 5-6 എടുക്കാം. ഒരു 2 പിടി ഇഞ്ചി, ഒരു 12 ഈന്തപ്പഴം, ഒരു 2 തണ്ട് കറിവേപ്പില. നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇച്ചിരി തോന ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളകുകൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 150 ml ആണ് നല്ലെണ്ണ ചേർത്ത് കൊടുത്തത്. നമുക്ക് കുറച്ച് 50 ml കൂടെ ചേർത്ത് കൊടുക്കാം. 200 ml ചേർക്കാം. ഉപ്പ് നോക്കി ഉപ്പ് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ചേർത്തതിൽ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. നമുക്കൊരു 100 ml വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിൽ നിങ്ങൾക്ക് എരിവിനാവശ്യമായി മുളക് പൊടി ഇച്ചിരി വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ചരപ്പും കിട്ടും. ഇനി നമുക്കിത് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് 5 മിനിറ്റോ മാക്സിമം മതി. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകൂടണേ.